എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥ അധ്യായം 61 ശ്ലോകം 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ബലഭദ്രസ്വാമിയും രുക്മിയും കൂടിയിട്ട് ചൂത് കളിക്കാൻ തുടങ്ങുകയാണ്. ബലരാമനെ ചൂത് കളിച്ച് തോൽപ്പിക്കണം, അതാണ് ഉദ്ദേശം. അപ്പൊ മറ്റുള്ള രാജാക്കന്മാര് അതിനു വേണ്ടിയിട്ട് രുക്മിയെ പേരുകയറ്റാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. തസ്മിൻ അഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജകടം ജഗ്മു സാംബ പ്രദ്യുമ്നഗാദയ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവേ, രാജാക്കന്മാരുടെ പുത്രിമാരുടെയും പുത്രന്റെയും ഒക്കെ വിവാഹ അവസരങ്ങളില് എല്ലാ രാജാക്കന്മാരും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ക്ഷണിച്ചിട്ട് അവരെല്ലാവരും സന്നിഹിതരാകും. അനിരുദ്ധന്റെ വിവാഹ മഹോത്സവം നടക്കുന്ന അവസരത്തിൽ രുക്മിയുടെ താല്പര്യം അനുസരിച്ച് ശ്രീകൃഷ്ണനും ബലരാമനും സാമ്പൻ പ്രദ്യുമ്നൻ മുതലായ പുത്രന്മാരും ഒരുമിച്ച് ആ വിവാഹം നടക്കുന്ന സ്ഥലമായിട്ടുള്ള ഭോജകടം എന്ന രാജധാനിയിലേക്ക് പോയി. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ പ്രമുഖ നൃപാഃ ദൃപ്താസ്തേ രുക്മിണം പ്രോജു ബലമക്ഷേർ വിനിർജയ. ആ വിവാഹോത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അതങ്ങനെ നേരമ്പോക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ വിനോദിച്ച് ഇരിക്കുന്ന സമയത്ത് കലിംഗ രാജ്യത്തിന്റെ അധിപതിയായ കലിംഗൻ മുതലായിട്ടുള്ള രാജാക്കന്മാര്, അവർക്ക് ഭയങ്കര അഹങ്കാരാണ് എല്ലാവർക്കും. അപ്പൊ ആ അഹങ്കാരം മൂത്തപ്പോ അവരുടെ ഉള്ളില് ഒരു സൂത്രം തോന്നി. ബലരാമനെ ചൂത് കളിപ്പിച്ച് തോൽപ്പിക്കാനായിട്ട് രുക്മിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും കൂടി. അനക്ഷജ്ഞോഹ്യയം രാജൻ അഭി തദ്വ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷേ രുക്മി അതീവ്യത. അവര് പറയാണ്, പീരുകേറ്റ രുക്മിയെ, ഹേ രാജാവേ, ബലരാമന് രാജ്യഭാരമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ രാജ്യഭാരമുള്ള അങ്ങയെ പോലെ ചൂതുകളില് ബലരാമന് അത്ര സമർത്ഥനല്ല. വലിയ പിടിയൊന്നുമില്ല ബലരാമന് ചൂത് കളിക്കാൻ. അതുകൊണ്ട് എന്നാലോ കളിക്കാൻ താല്പര്യം ഉണ്ടേനും നല്ലോണം. അതുകൊണ്ട് ബലരാമനെ ചൂത് കളിക്കാൻ വിളിച്ചോളൂ, നമുക്ക് തോൽപ്പിക്കാം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാവരും കൂടി രുക്മിയോട് പറഞ്ഞു. ഇത് ശരിയാണെന്ന് അപ്പൊ രുക്മിക്കും തോന്നി, അങ്ങനെ ഇയാളെ തോൽപ്പിക്കണം. രണ്ടുപേരോടും വൈരം വെച്ചിരിക്കുകയാണല്ലോ രുക്മിയും. അങ്ങനെ രുക്മി ബലരാമനെ വിളിച്ച് അദ്ദേഹത്തോടു കൂടി കരുക്കള് നിരത്തി കളിക്കാൻ തുടങ്ങി. ശതം സഹസ്രമയുധം രാമസ്തത്രാദദേപണം തം തു രുക്മി അജയൽ തത്ര കാലിംഗ പ്രാഹസൽ ബലം ദന്താൻ സന്ദർശയന്നുച്ചേ നാമൃഷ്യൽ തത് ഹലായുധ. ചൂത് കളിക്കുമ്പോ പന്തയം വെക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് ആ കളിയുടെ ഒരു അംഗമാണ്. ആദ്യം ബലരാമൻ 100 നിഷ്കം എന്ന് പറഞ്ഞാൽ ഒരു തരം സ്വർണ്ണ നാണയമാണ്. ആ 100 നിഷ്കം പന്തയം വെച്ചു. കളിയില് രുക്മി ജയിച്ചു. ആ പന്തയം രുക്മിണിക്ക് സ്വന്തമായി. പിന്നെ ബലരാമൻ 1000 വെച്ചു, അതും രുക്മി ജയിച്ച് എടുത്തു. പിന്നെ ബലഭദ്രസ്വാമി 10,000 വെച്ചു, അതിലും രുക്മി ജയിച്ചു. ഇങ്ങനെ 3 പ്രാവശ്യവും രുക്മി ജയിക്കുകയും അധികം നഷ്ടം ബലരാമ സ്വാമിക്ക് ഉണ്ടാവുകയും ചെയ്തപ്പോ കളി കണ്ടുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് കലിംഗ രാജാവ് ബലരാമനെ പരിഹസിച്ചുകൊണ്ട് ആ പല്ലുകളൊക്കെ മുഴുവൻ പുറത്തു കാട്ടി ഉറക്കെ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ഹാ പറഞ്ഞിട്ട് അങ്ങോട്ട് ബലരാമസ്വാമി കളിയാക്കി ഭയങ്കര ചിരി. ഇതങ്ങോട്ട് കണ്ടില്ലേ ബലരാമസ്വാമിക്ക് അങ്ങോട്ട് കോപം വന്നു. അപ്രസിദ്ധമായിട്ടുള്ള ഹലായുധം അങ്ങോട്ട് പ്രയോഗിക്കണം എന്ന് തോന്നി. അപ്പൊ അത് പ്രയോഗിച്ചാൽ ലോകം മുഴുവനും നശിച്ചു പോകും. അത്ര ബലവാനായ ബലരാമന്റെ
ഈ ദേഷ്യം അസഹ്യമായി കലാശിക്കും. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ബലരാമസ്വാമി. തതോ ലക്ഷം രുഗ്മ്യഗൃഹാൽ ഗ്ലഹം തത്രാജയൽബല ജിതവാനഹമിത്യാഹ രുക്മീ കൈതവമാശ്രിത. പിന്നെ എന്തായാലും ഈ ബലരാമസ്വാമി ഇങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കൂടുതൽ തുക പന്തയത്തിലേക്ക് നീക്കി വെക്കാണ് രുക്മി. പിന്നെ രുക്മി 1,00,000 നിഷ്കാണ് പന്തയം വെച്ചത്. അതില് ബലരാമസ്വാമി ജയിച്ചു. പക്ഷേ ഇതങ്ങോട്ട് കണ്ടപ്പോ അയാൾക്ക് സഹിച്ചില്ല. അപ്പൊ കള്ളക്കളിയായി. ആ കള്ളത്തരത്തും കൊണ്ട് രുക്മിണി ഞാനാ ജയിച്ചത് എന്ന് പറഞ്ഞു. കള്ളക്കളി കളിച്ചു അവിടെ. മന്യുനാക്ഷുഭിത ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോതിരുഷാ നിർബുധം ഗ്ലഹമാദതേ. കളവ് പറയണ കേട്ടപ്പോ ബലരാമന് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി. സ്വതേ തന്നെ ഇങ്ങനെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്നു തൊടുത്തായിരിക്കുക ഭഗവാന്റെ. അങ്ങനെയുള്ള ബലരാമസ്വാമിക്ക് കോപവും കൂടി കൂടി വന്നപ്പോ മുഖം വെളുത്ത പാവുന്നാൾ സമുദ്രം എന്ന പോലെ വല്ലാതെ അങ്ങോട്ട് ക്ഷോഭിച്ചു. മഹാഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭവിച്ചു എന്നാ പറയണത്. അപ്പൊ ദേഷ്യം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? 10 കോടി നിഷ്കം പിന്നെയും പന്തയായിട്ട് അങ്ങോട്ട് വെച്ചു. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഛലമാശ്രിത രുക്മീജിതം മയാത്രേമേ വദന്തു പ്രാശ്നികായി. കരുക്കള് ബലരാമസ്വാമിക്ക് അനുകൂലങ്ങളായി വീണു. അതിലും ബലരാമൻ ജയിച്ചു. പക്ഷെ അപ്പോഴും ഈ രുക്മി കള്ളക്കളി കളിച്ച് ഞാനാ ജയിച്ചത് അല്ലെങ്കിൽ ഈ മധ്യസ്ഥന്മാര് പറയട്ടെ എന്നിങ്ങനെ ഉറക്കെ ആക്രോശിച്ചു. അപ്പോഴാണിതാ ഒരു അശരീരി വാക്ക് വരികയാണ് അവിടെ. തഥാ അബ്രവീന്നഭോവാണി ബലേനൈവ ജിതോ ഗ്ലഹ ധർമ്മദോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷ. ധർമ്മപ്രകാരം പന്തയം ജയിച്ചത് ബലരാമസ്വാമിയാണ്. രുക്മി പറയുന്ന വചനം കളവാണ് എന്നിങ്ങനെ അപ്പോ അശരീരിയായ വാക്ക് ആകാശത്ത് നിന്നുണ്ടായി. തമനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിത സംഘർഷണം പരിഹസൻ വിഭാഷേ കാലചോദിത. വിദർഭരാജാവിന്റെ പുത്രനായ രുക്മി ആകാശവാണിയെയും ആദരിച്ചില്ല. ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ പ്രേരണ നിമിത്തം അവരും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് വെറുതെ പറയാ, അങ്ങ് തന്നെയാ ജയിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് ബലരാമനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്താ ആ രുക്മിക്ക് തോന്നിയത്? അദ്ദേഹത്തിന്റെ കാലദോഷം തന്നെ, അല്ലാണ്ടൊന്നും പറയാനില്ല. ആ രുക്മിയെ ഇങ്ങനെ പറയാൻ ഉത്സാഹിപ്പിച്ച ദുഷ്ടരാജാക്കന്മാര് കാലിന് സദൃശന്മാരായിട്ട് ഭവിച്ചു എന്ന്, അതാണ് അതിന്റെ അർത്ഥം. നൈവാക്ഷകോവിദായൂയം ഗോപാലാവനഗോചര അക്ഷേ ദിവ്യന്തിരാജാനോ ബാണേശ്ച നഭവാദൃശാഹ. ദേഷ്യം വന്നു രുക്മിക്ക്. ആകാശവാണി കേട്ട് തോറ്റു. അവനവന് തോറ്റതിന്റെ അതിന്റെ നാണക്കേട് എല്ലാം കൂടിയിട്ട് ബലരാമസ്വാമിയെ പരിഹസിക്കുക. അതെ, വാടുമേച്ച് കാട്ടിൽ കഴിഞ്ഞു കൂടുന്ന നിങ്ങളെ വല്ല ചൂതുകളി വല്ലതും അറിയാമോ നിങ്ങൾക്കതൊന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് ജയിച്ചു എന്ന് പറഞ്ഞു നടക്കുക. കരുക്കൾ കൊണ്ടും ബാണങ്ങൾ കൊണ്ടും കളിക്കാനേ രാജാക്കന്മാർക്കല്ലാതെ നിങ്ങളെ പോലുള്ളവർക്കൊന്നും സാധിക്കില്ല. വേദപാലന സമർത്ഥന്മാരാണ് നിങ്ങള്, അതൊക്കെ സമ്മതിച്ചു. സാത്വിക ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങളൊന്നും ഈ ചൂത് കളിക്കേണ്ടവരല്ല, നിങ്ങൾക്കൊന്നും അതിന് പറ്റിയവരല്ല. നിങ്ങൾ രജോ ഗുണപ്രധാനികളായ ഞങ്ങള് ആണ് അതില് സമർത്ഥന്മാര്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അപ്പൊ ഇത് കേൾക്കുമ്പോ മറ്റുള്ള രാജാക്കന്മാരും ഉറക്കച്ചിരി ഭദ്രസ്വാമിയെ കളിയാക്കിക്കൊണ്ട് ദേഷ്യം വന്നു. രുക്മിണൈവമധിക്ഷിപ്തോ രാജഭിശ്ചോപഹാസിത ക്രുദ്ധ പരിഘമുദ്യമ്യ ജഘ്നേതം സംസതി. ഇങ്ങനെ പറയണത് അങ്ങോട്ട് കേട്ടപ്പോ അധിക്ഷേപം കേട്ടിട്ട് രാജാക്കന്മാരുടെ പരിഹാസം എല്ലാം കൂടി അങ്ങോട്ട് കേട്ട് ക്രോധം കൊണ്ട് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി ബലരാമസ്വാമി. ഇരുമ്പുലയ്ക്ക ഉയർത്തിപ്പിടിച്ച് ആ കല്യാണ സഭയിൽ വെച്ച് രുക്മിയെ ഒരൊറ്റ അടി കഴിഞ്ഞു അയാളുടെ കഥ. അങ്ങനെ രുക്മിയെ വധിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.